ഹായ് ഗായ്സ്, ഇപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സമയമാണല്ലോ. ഞങ്ങൾ ഇന്നലെ ശിവഗിരിയിൽ പോയിരുന്നു. ലൈറ്റൊക്കെ കാണാനും ചുമ്മാ അവിടെ കറങ്ങി നടക്കാനൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പറയുന്ന ഒരു സെക്ഷനുണ്ട്. അടിപൊളി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ ഒന്നും വാങ്ങിച്ചതുമില്ല. നല്ല അടിപൊളി കമ്മലുകളുണ്ടായിരുന്നു. എൻ്റെ സൂപ്പർ കമ്മലുകളാണ്. കമ്മലുകളുടെ സെക്ഷൻ കാണുമ്പോൾ എൻ്റെ കണ്ണ് സ്വാഭാവികമായിട്ട് അങ്ങോട്ടോട്ട് പോകും. പക്ഷെ ഞാൻ കമ്മലുകൾക്കൊക്കെ നല്ല വിലയാണ് അവിടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ തറവാടകയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നോർമൽ കടകളിലുള്ളേക്കാട്ടി നല്ല റേറ്റാണ് ഇവിടെ സാധനങ്ങൾക്ക്. ഈ ക്ലിപ്പിനൊക്കെ തന്നെ 40 രൂപയൊക്കെയാണ്. നോർമലി കടകളിലൊക്കെ അതിന് 30 രൂപയുള്ളൂ. ഇവിടേക്ക് 30 രൂപയുള്ളൂ. വേറെ എവിടെ എത്രയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ ഈ സാധനം മേടിച്ച് കഴിച്ചു. ഇതിൻ്റെ പേരെനിക്കറിയില്ല. പിള്ളേർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വരും വഴി ഞങ്ങൾ ഒരു പള്ളി കയറി. കവലൂർ മൂങ്ങോട് ഭാഗത്തുള്ള ഒരു പള്ളിയാണത്. സൂപ്പർ വൈബായിരുന്നു. അവിടെ നല്ല രസമായിരുന്നു. ക്രിസ്മസിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് പൊളിയായിരുന്നു. പുൽക്കൂടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ലൈറ്റുകൾ. പിള്ളേർക്കൊക്കെ നല്ല രസമാവും. ഒരുപാട് ആൾക്കാർ അവിടെ ഇത് കാണാനായിട്ടുണ്ടായിരുന്നു. ഈ പുൽക്കൂടൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന പണ്ട് ഞങ്ങളെ വീട്ടിൽ പുൽക്കൂട് കെട്ടും, പക്ഷേ അതിനകത്ത് ഉണ്ണിയേശു ഒന്നും കാണില്ല. അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കുറേ ക്രിസ്മസ് അവിടെ നിന്ന് ആ ലൈറ്റും വെട്ടം കണ്ടപ്പോൾ കുറേ പഴയകാല ക്രിസ്മസ് ഓർമ്മകളൊക്കെ വന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയപ്പോൾ തന്നെ ഏതാണ്ട് 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. ഈ ക്രിസ്മസ് സാൻഡേ കണ്ടു. അടിപൊളിയല്ലേ ഈ സാൻഡേ? നമ്മൾ ചുമ്മാ ആട്ടി വിടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ആടും. നല്ല രസമായിരുന്നു ഇതെല്ലാം കാണാനായിട്ട്. അടിപൊളി ലൈറ്റുകളായിരുന്നു. ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു നോർമൽ ഡേ പോലെയാണ്. ഇങ്ങനെ വീട്ടിൽ തന്നെയാണ്, അങ്ങനെ പുറത്തൊന്നും പോവാറില്ല. പക്ഷേ ഇന്നലെ എന്തുകൊണ്ടോ ഇവിടെ ലൈറ്റ് കാണാനെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ വന്നത് നന്നായി, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ.